ഏകദേശം ഒരു 212 നോട്ടിക്കൽ മൈലോളം നമുക്ക് ഓടിപ്പോകാനായിട്ടുണ്ട്. അതായത് ഇന്റർനാഷണൽ ബോർഡറിലേക്കാണ് നമ്മൾ മീൻ പിടിക്കാനായിട്ട് ഇപ്പോൾ പോകുന്നത്. ഇതാണ് മീനിന്റെ കണ്ണ്. ഉയരോടെ ഷാർക്ക്. കഴിഞ്ഞ 2 ദിവസമായിട്ട് നമുക്ക് മീൻ കിട്ടിയത് വളരെ കുറവാണ്. അപ്പൊ അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 212 നോട്ടിക്കൽ മൈലോളം നമുക്ക് ഓടിപ്പോകാനായിട്ടുണ്ട്. അതായത് ഇന്റർനാഷണൽ ബോർഡറിലേക്കാണ് നമ്മൾ മീൻ പിടിക്കാനായിട്ട് ഇപ്പൊ പോണത്. ഞാൻ നിങ്ങൾക്ക് GPS കാണിച്ചുതരാം. അപ്പൊ അതിനെപ്പറ്റി അറിയുന്നവർക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പൊ നിലവിൽ നമ്മൾ നിൽക്കുന്ന പൊസിഷനാണ്ട് ഈ കാണുന്ന നോർത്ത് 8:28 ഈസ്റ്റ് 70:49. നമുക്ക് ഓടിപ്പോകാനുള്ള 5:20 69:10. അതായത് ഏകദേശം മാൽദീവ്സിന്റെ ഒക്കെ അടുത്തായിട്ട് വരോട്ടാ. അപ്പൊ 2 ദിവസം ഓടിക്കുമ്പോൾ ഒരാൾ മാത്രം ഒരു കിലോട്ട ബോട്ട് ഓടിക്കണം. പലരും മാറി മാറി മാറിയായിരിക്കും ഓടിക്കുന്നത്. ഇതിപ്പോ ഉച്ചക്കലത്തേക്കുള്ള ഫുഡല്ലട്ടാ, വൈകുന്നേരത്തേക്കുള്ള ഫുഡാണ്. ഉച്ചക്കലത്തെ ഭക്ഷണം നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ടാ. അപ്പൊ വൈകുന്നേരത്തേക്ക് ഉണ്ടാക്കണത് പൂരിയും അതുപോലെ തന്നെ മീൻ കൂട്ടുകറിയുമാണ് ട്ടാ. അതുപോലെ തന്നെ ഓണറിനെ വിളിച്ചു കഴിഞ്ഞപ്പോ പറഞ്ഞ് നമ്മുടെ കൂട്ട ബോട്ടിന്റെ അടുത്തേക്ക് വേറെ സ്ഥലത്തേക്ക് പൊക്കോളാൻ പറഞ്ഞു. ഇനി അങ്ങോട്ടുള്ള നമ്മുടെ യാത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റക്കാണ്ട. പോണ വഴിയിൽ അല്ലെങ്കിൽ അവിടെ എത്തുന്ന സ്ഥലത്ത് ഏതെങ്കിലും ഗ്രൗണ്ടിൽ ഏതെങ്കിലും ബോട്ടുകാരുണ്ടെങ്കിൽ ഉണ്ട്, അല്ലാതെ ഉണ്ടാവില്ല ട്ടാ. അത് മാത്രമല്ല, നമുക്ക് ഈ പറഞ്ഞ ലക്ഷദ്വീപിന്റെ ഒക്കെ ഒരു ബോർഡറും അതുപോലെ മാൽദീവ്സിനൊക്കെ ഒരു ബോർഡർ ഉണ്ടാവും. അതിന്റെ ഉള്ളിൽ കയറി മീൻ പിടിക്കാനുള്ള അധികാരമൊന്നും നമുക്കില്ല ട്ടാ. കാരണം അതിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ അവർക്ക് അറിയാൻ പറ്റും. കോസ്റ്റ് ഗാർഡ് വന്നു കഴിഞ്ഞാൽ നമ്മളെ പിടിച്ചുകൊണ്ടുപോകും, ബോട്ടും സീസ് ചെയ്തോട്ടെ. അതുകൊണ്ട് അതിന്റെ ഉള്ളിൽ കയറി നമ്മൾ മീൻ പിടിക്കില്ല. ആ ബോർഡറിന്റെ പുറത്തിരുന്നായിരിക്കുള്ളൂ നമ്മൾ മീൻ പിടിക്കണേട്ടാ. ഇന്ത്യൻ ബോർഡർ വിട്ട് പുറത്തേക്ക് പോകാനായിട്ട് ഈ ബോട്ടുകൾക്ക് അധികാരമില്ല ട്ടാ. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും പോവാം, പക്ഷെ ഇന്ത്യൻ ബോർഡർ വിട്ട് പുറത്തേക്ക് പോകില്ല ട്ടാ. അപ്പൊ നമ്മുടെ GPS-നകത്ത് ഇതെല്ലാം കാണിക്കും. ഓരോ ബോർഡറുകളും ഇന്റർനാഷണൽ വാട്ടർവേസും എല്ലാം കാണിക്കോട്ടെ. അപ്പൊ അതെ, ഞങ്ങളുടെ ഈ ബോട്ടിനകത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് അതെല്ലാം ഞാനൊരു വീഡിയോ ആയിട്ട് കാണിക്കുന്നുണ്ട്. അതിൽ കുക്കിംഗ് ഉണ്ടാവും, ഫിഷിംഗ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവട്ടെ. ബാത്റൂമിൽ പോണതൊഴികെ എല്ലാം ഉണ്ടാവും. ബാത്റൂം ഉണ്ടട്ട ബോട്ടിൽ. യൂറോപ്യൻ ക്ലോസറ്റ് ആണുള്ളത്. 1 മാസത്തോളം നമുക്ക് കടലിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം 90,000 രൂപ 1 ലക്ഷം രൂപ അടുക്കുള്ള റേഷൻ വേണം. അപ്പൊ ഈ 1 ലക്ഷം രൂപയുടെ റേഷനും കൊണ്ടാണ് നമ്മൾ 1 മാസത്തേക്ക് കടലിലേക്ക് പോണേട്ടാ. അതുപോലെ തന്നെ 5000 ലിറ്റർ ഡീസലും 15,000 ലിറ്റർ വാട്ടർ ടാങ്ക് കപ്പാസിറ്റിയും ഉണ്ട്. കുടിക്കാനും കുളിക്കാനും കഞ്ഞി വെക്കാനും എല്ലാം കൂടി ഉള്ള വെള്ളമുണ്ട്. അത് ഞങ്ങളുടെ ഈ ചെറിയ ബോട്ട് ഒരു കൊച്ചു ഹോട്ടലാക്കി മാറ്റേണ്ട രമേശണ്ണനും അതുപോലെ കാസിയും കൂടി. പിന്നെ ഈ ബോട്ടിൽ 30 ദിവസം ഞാൻ കടലിൽ പോയത് പണിക്കായിട്ടല്ലട്ടാ, വീഡിയോ എടുക്കാൻ വേണ്ടിയാണ്. പുറത്തുനിന്ന് പണിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെയും അവർ കൊണ്ടുപോകില്ല. കാരണം അവരൊരു സെറ്റ് ടീമായിട്ട് നിൽക്കിയിരിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് പണിക്കായിട്ടല്ല, 30 ദിവസം കടലിൽ കിടന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമാണ്. അതും 10 പൈസ ഞാൻ വാങ്ങിച്ചിട്ടില്ല. എന്റെ ചാനലിനോടും എന്റെ പേജിനോടുള്ള ഒരു ഡെഡിക്കേഷനും പിന്നെ കടലിനോടുള്ള എന്റെ ഒരു പാഷനും കൊണ്ട് മാത്രമുണ്ട്. പണിയുടെ ഇടയ്ക്ക് നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റില്ല, അതൊരു ബോട്ടിലും. കാരണം പലർക്കും ഇഷ്ടപ്പെടില്ലത്. ഈ ബോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൂത്തുക്കുടി തറവേക്കുളത്തുള്ള ബോട്ടാണ്. അപ്പൊ ഇവരുടെ മെയിൻ ആയിട്ടുള്ള പണി ഇത് തന്നെയാണ്. 1 മാസമൊക്കെ കടലിൽ കിടന്ന് തന്നെ പണിയാണ്ട ഇവരുടെ മെയിൻ ആയിട്ടുള്ള പണി. അവിടെയുള്ള ഒട്ടുമിക്ക ബോട്ടുകളുടെ. പിന്നെ ഞാൻ കടലിൽ കിടന്ന് വരാൻ നേരത്ത് ഈ 1 മാസം കഴിഞ്ഞ് വരുമ്പോൾ ഞാനിടുന്ന വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തണോ ഇല്ലെന്നില്ല. കാരണം യൂട്യൂബുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് അറിയാൻ പറ്റും, 1 മാസമൊക്കെ വീഡിയോ ഇട്ടില്ലെങ്കിൽ ഇൻസൈറ്റ് കുറഞ്ഞു. അതുകൊണ്ട് 50-50 ചാൻസ് ഉള്ളൂ നമുക്ക് ഈ വീഡിയോ മറ്റുള്ളവർക്ക് എത്തോ ഇല്ല എന്നൊക്കെ ഉള്ളതെന്ന് അറിയാനായിട്ട്. പക്ഷേ കടൽ എവിടെയുണ്ടോ, വ്യത്യസ്തമായിട്ടുള്ള ഫിഷിംഗ് എവിടെയൊക്കെ ഉണ്ടോ, അതെല്ലാം നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിച്ചിരിക്കട്ടെ. ഏകദേശം 4 ഇയേഴ്സായി നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് ഇന്നേ വരെയും കടലല്ലാണ്ട് വേറൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ കാണുമ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ഹിയർ വി ഗോ. ഡീപ് സീ ഫിഷിംഗ് ഡേ 6. അപ്പൊ ഇനി 2 ദിവസത്തേക്ക് ഓട്ടം മാത്രമല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഓട്ടച്ചൂണ്ട ഇടാട്ടാ ബോട്ടിന്റെ ബാക്കിൽ. ഓട്ടച്ചൂണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് മീനില്ലേ, അത് ഇതുപോലെ കെട്ടി ബോട്ടിന്റെ ബാക്കിൽ ഇട്ട് കഴിയുമ്പോൾ ബോട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ബാക്കിൽ അത് വരുമ്പോൾ കറക്റ്റ് ഒരു മീൻ ഓടി വന്ന പോലെ തോന്നോട്ടെ. അങ്ങനെ വേറെ മീനുകൾ അതിൽ പിടിക്കോട്ടെ. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു മീൻ അതിൽ പിടിച്ചിട്ടുണ്ട്. ബോട്ട് നേരെ സ്ലോ ആക്കിയിട്ടാ. വലിച്ചെടുക്കാൻ നേരത്ത് കേര അല്ലെങ്കിൽ നമ്മുടെ ചെയിൻ കവർ അല്ലെങ്കിൽ പാലാമീൻ എന്നൊക്കെ പറയും. അതാണ് കൂടുതലും ഇതുപോലത്തെ ഓട്ടച്ചൂണ്ടയിൽ പിടിക്കാറുള്ളത്. കേര, ചൂര, അങ്ങനത്തെ മീനുകളൊക്കെ. പക്ഷെ എന്ത് മീനാണെന്ന് അറിയില്ല. അങ്ങ് ദൂരേന്ന് ഇങ്ങനെ വന്നിട്ടുണ്ട്. നമുക്ക് അടുത്തെത്തിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ. പെട്ടെന്ന് വലിച്ചെടുക്കണം. കാരണം വലിച്ചെടുക്കുന്ന സമയത്ത് അതിന്റെ വായെന്ന് കൊളുത്തു പോയി കഴിഞ്ഞാൽ മീൻ രക്ഷപ്പെട്ടു പോകട്ടെ. അപ്പൊ അതേ മീനെടുത്തെത്തിയട്ടാ. ഇത് നോക്കി, അതേ വന്നടാ മോനെ, ഓലക്കൊടിയനാട്ടോ എന്നെ, ഓലക്കൊടിയൻ. ഇതൊക്കെ ഏറ്റവും സ്പീഡുള്ള മീനാണ് ഈ ഓലക്കൊടിയൻ. കടലിൽ ഏറ്റവും വേഗതയേറിയ മീൻ.
അത് മാത്രമല്ല ഭയങ്കര ഡേഞ്ചർ ഉണ്ട്. ഇത് ഇരകളെ പിടിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഈ കൊമ്പ് വെച്ച് വെട്ടിയാണ്ടാ പിടിക്കണം. അപ്പൊ അതിന്റെ ഒപ്പം ഇഷ്ടം പോലെ ചെറിയ മീനുകൾ കണ്ട കിടന്ന് വെട്ട നോക്കിയത്. അപ്പൊ നമ്മുടെ ഈ മണ്ടുക്ക് വെച്ച് അതിനെ പൊക്കിയെടുക്കണേണ്ടി കാണുന്നത്. അതിനെ പൊക്കിയെടുക്കാൻ നേരത്ത് ബോട്ടിലേക്ക് ഇടാൻ നേരത്ത് സൂക്ഷിക്കണം. കാരണം അതിന്റെ ആ ഒരു കൊമ്പ് ഇട്ടിങ്ങനെ പെടപ്പിക്കുന്ന സമയത്ത് നമ്മുടെ അറിയിലെ മേത്ത് കുത്തി കയറി കഴിഞ്ഞാൽ പരിപാടി ഇരുന്നിട്ട്. മീനെ ബോട്ടിലേക്ക് ഇട്ടപ്പോഴേക്കും പലരും ഓടിക്കളഞ്ഞിട്ട. അങ്ങനെ ആൽബർട്ട് അതിന്റെ വായന കൊടുത്തിരിക്കുന്നത്. സ്റ്റോർ റൂം തുറന്നിട്ട് നമുക്ക് രാത്രിയിലത്തേക്ക് വേണ്ട മീന അതിന്റെ ഉള്ളിൽ നിന്ന് എടുക്കണ്ട. ഡെയിലി ഫ്രഷ് ആണ്, അപ്പപ്പ പിടിച്ച മീനുകളാണ് സ്റ്റോർ റൂമിൽ കിടക്കണം. അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള മീൻ എടുക്കട്ട. വലിയ മീനുകളല്ല, ചെറിയ മീനുകൾ. നമുക്ക് ചൂണ്ടേ കിട്ടിയ ഓലക്കൊടിയെ നേരെ സ്റ്റോർ റൂമിലേക്ക് ഇറക്കിട്ട. അത് നാളെ കറിക്കാണ്. പച്ചക്കറി, പാല്, ഇഞ്ചി, മുളക് ഇതെല്ലാം നമ്മുടെ സ്റ്റോർ റൂമിന്റെ ഉള്ളിൽ ഐസിന്റെ മുകളിലായിരിക്കും കൊണ്ട് വെക്കുന്നത്. അതാകുമ്പോ ചീത്തായി പോവില്ല, നല്ല കൂളായിട്ട് അടിപൊളിയായിട്ട് തോന്നും. അപ്പൊ അതെ 2 ചൂരയാണ് നമ്മളിന്ന് കറിക്ക് എടുത്തേക്കണേ കേട്ടാ. ഈ 2 ദിവസം ബോട്ട് ഓട്ടോരിക്കുള്ള ലക്ഷ്യസ്ഥാനത്ത് എത്തണവരെ. അപ്പൊ അവിടെ എല്ലാവരും റെസ്റ്റിലായിരിക്കും കേട്ടോ. കാരണം നമ്മുടെ ഈ വലയിൽ ഉണ്ടാവുന്ന ചെറിയ ചെറിയ ഊട്ടകളെല്ലാം തുന്നി സെറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. ഒരു 5 മണി 5:30 കഴിയുമ്പോണ്ടല്ല പിന്നെ കടലിൽ ഗോൾഡൻ ഹവേഴ്സ് ആണ്. അതായത് നമ്മുടെ ആ ഒരു സൂര്യൻ ഒരു യെല്ലോയിഷ് കളർ വരുന്നുണ്ട്. എന്താ ഭംഗി എന്നറിയോ കാണാനായിട്ട്. യെല്ലോയിഷ് കളറും അതുപോലെ തന്നെ നമ്മുടെ ഈ മേഘങ്ങളുണ്ടല്ലോ, മേഘങ്ങളുടെ ഗ്രേഡിങ്ങിനെ പറ്റി പറയേ വേണ്ട. പിന്നെ ഒരു ചെറിയ കാറ്റും ഉണ്ടാവും. ഞാൻ വീണ്ടും പറയണ്, എന്നെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് ഇതുപോലെ കടലിൽ പോകാനുള്ള ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും പോകണം. ഇതെല്ലാം എൻജോയ് ചെയ്യണോട്ടാ. സോറി, ചൂരയിൽ എടുത്തേക്കണ, കേരയാണ് എടുത്തേക്കണത്. കാഴ്ചയിൽ രണ്ടും ഒരേപോലെ ഇരിക്കുള്ളൂ. വാലിനുണ്ടാവുന്ന വ്യത്യാസം അതുപോലെ അതിന്റെ ഫിൻസിലും ഉണ്ട വ്യത്യാസം തന്നെ. ചൂരനയിലും ടേസ്റ്റ് കേരക്കാണ്ട. ചൂരട്ടും മോശമൊന്നുമല്ലട്ടാ. അങ്ങനെ മീൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രമേശൻ. ഇവരുടെ മീൻ കട്ടിങ്ങും ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയാണ്. കാരണം മീനിന്റെ തൊലി ആദ്യം തന്നെ ഒലിക്കും. അതിനുശേഷം ആ ഒരു മീറ്റ് മാത്രമേ ഇവരെടുക്കോളൂ. മുള്ളൊന്നും എടുക്കില്ല. ചൂരയെന്ന് പറഞ്ഞാൽ അറിയാലോ, ബോൺലെസ് പീസുകളായിരിക്കുള്ളൂ. മുള്ള് വളരെ കുറവായിരിക്കോളൂ നമ്മുടെ ഈ ചൂരേനകത്ത്. കണ്ട ഇതുപോലെ മീറ്റ് മാത്രം എടുത്തിട്ട് ആ ഒരു മുള്ള് നേരെ നമ്മൾ കടലിലേക്ക് തിരിച്ച് കളയോട്ടെ. ഇത് നോക്കി കടലിന്റെ ആ ഒരു സൗന്ദര്യം കണ്ട, എന്താ ഭംഗി നോക്കി. ഇതുപോലെയുള്ള ഓട്ട സമയങ്ങളിൽ രാവിലെ 6 മണിക്ക് സ്രാങ്ക് എല്ലാവരെയും വിളിച്ചെണീപ്പിക്കും, വല കെട്ടിക്കും. അത് കഴിഞ്ഞ് പിന്നെ ഒരു 6 മണി 7 മണിയാകുമ്പോ നമ്മ വല കെട്ടല് നിർത്തോണ്ട. പിന്നെ 7 മണി തൊട്ട് പിറ്റേ ദിവസം 6 മണി വരെയും ഇതുപോലെ ഓടിപ്പോണ സമയങ്ങളിൽ നമുക്ക് ഫോൺ യൂസ് ചെയ്യട്ടെ. അത് സിനിമകൾ എന്താന്ന് വെച്ചാൽ കാണാട്ട. ഇത് നോക്കിയ ചൂരയുടെ മീറ്റ് കണ്ട, നല്ല അലുവ കഷ്ണം പോലെ ചൊകാന്നിരിക്കണ്ടല്ലേ. ഒരു സദ്യക്കുള്ള പ്രിപ്പറേഷൻ ആണ് നമ്മുടെ കിച്ചണിൽ നടന്നുകൊണ്ടിരിക്കണം. അപ്പൊ മീൻ വെട്ടി ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് മസാല വരട്ടി നേരെ വറക്കാൻ പോവേണ്ട ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന മസാല എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ 65ന്റെ പൊടിയാണ് ഒരു മെയിൻ ആയിട്ട് വറക്കാൻ മാത്രം ഉപയോഗിക്കുന്നത്. ആ ഒരു പൊടി മാത്രമേ ഇടുള്ളൂ. വേറെ ഉപ്പ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, അഡീഷണൽ മസാല ഒന്നും ഇടൂല. അതിനകത്ത് ആ ഒരു പാക്കറ്റിൽ തന്നെ ഉപ്പെല്ലാം ഉണ്ടാവും കേട്ടോ. ഓയിൽ ചൂടായി അതിലേക്ക് മസാല എല്ലാം പുരട്ടി വെച്ചേക്കണം. നമ്മുടെ ചൂരക്കുട്ടന്മാരതെ എണ്ണം പറഞ്ഞ് മുക്കി പൊരിച്ചെടുക്കേണ്ട. ഡീപ് ഫ്രൈ അല്ലട്ടാ, ലൈറ്റ് ആയിട്ടാണ് ഫ്രൈ ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ അതിന്റെ മാംസം കല്ല് പോലെ ആയി പോകണ്ട. ഒരു സൈഡിൽ ചൂരനെ വറക്കുമ്പോഴേക്കും ഇവിടെ നമുക്ക് കൂട്ടുകാർക്ക് വേണ്ട സവാളയും കാര്യങ്ങളെല്ലാം അരിഞ്ഞുകൊണ്ടിരിക്കണേണ്ട. ഇതൊരു ഫിഷിംഗ് ബോട്ടാണെന്നും അപ്പൊ അതിനനുസരിച്ചുള്ള പരിമിതികൾ ഉണ്ടെന്നും കുക്കിങ്ങിന്റെ കാര്യത്തിലായാലും പലതിലുണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണോട്ടാ ഈ ഒരു വീഡിയോ കാണാനായിട്ട്. അങ്ങനെ സവാളയും തക്കാളി പച്ചമുളക് എല്ലാം എടുത്തിട്ടുണ്ട്. നമ്മ മീൻ വറുത്തെടുത്ത എണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇവിടെ ഈ ഒരു ഗ്രേവി ഉണ്ടാക്കാനായിട്ട്.
സവാളയും തക്കാളിയും പച്ചമുളകും എല്ലാം വാടി വരുമ്പോഴേക്കും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ആവശ്യമുള്ള മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കേണ്ട. ശരിക്കും ബോട്ടിന്റെ കിച്ചണിലേക്ക് കയറാൻ നേരത്ത് ചെറിയൊരു പലചരക്ക് കടയിലേക്ക് കയറിയ ഫീലാണ്. ഇഷ്ടംപോലെ മസാല പാക്കറ്റുകളാണ് കൂടുതലും പാക്കറ്റുകളാണ് നമ്മുടെ ഈ ഒരു മസാല ആയിട്ട് ഈ ബോട്ടിൽ ഉപയോഗിക്കുന്നത്. സാധാരണ കേരള ബോട്ടിലൊക്കെ ഒരു ഡെപ്പിനകത്ത് ലൂസായിട്ട് വാങ്ങിച്ചിട്ട് നമ്മൾ അതിലാക്കി വെക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇതിനകത്ത് കൂടുതലും ഈ 10-ന്റെയും 20-ന്റെയൊക്കെ മസാല പാക്കറ്റാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ പൊടികളെല്ലാം ഇട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണേട്ടാ. വറുത്ത് വെച്ച മീൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ ഒരു ഗ്രേവി എല്ലാം കൂടി മിക്സ് ചെയ്ത് ചേർക്കേണ്ടത്. പൂരിയാണല്ലോ, അപ്പൊ നമുക്ക് ഗ്രേവി ആയിട്ട് എടുക്കാൻ പറ്റില്ല, കുറച്ച് ചാറ് വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു 2-3 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, ഒരു ചാറ് രൂപത്തിലാക്കിയിട്ടുണ്ട് കേട്ടോ. അതാകുമ്പോൾ നമുക്ക് പൂരിയിൽ മുക്കി ഇങ്ങനെ കഴിക്കാൻ പറ്റും. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നമ്മുടെ കറി കുറച്ചു നേരം വേവിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ ചൂര കൂട്ടുകറി ഇവിടെ റെഡി ആവട്ടെ. சரியான சாப்பாடு. ஓட்டம் வருது. சாப்பிடு அந்த മണ്ട എനിക്ക് വേണോ. രാത്രിയിലത്തെ ഭക്ഷണം ഉണ്ട്, പൂരിയും അതുപോലെ തന്നെ നല്ല മീൻ കൂട്ടുകറി ഗ്രേവി, അതായത് നമ്മുടെ ഈ ചൂര ഗ്രേവി, പിന്നെ പൂരി, പിന്നെ അതിന്റെ പല വറുത്താണ്ടി കാണുന്നത്. ഓക്കെ അതുണ്ട് അടിപൊളി. ഇനി പാത്തിക്കിട്ടേ ഇരുന്നിരിക്കും പോലെ ഇருக்கு. ഭക്ഷണമെല്ലാം കഴിഞ്ഞ് എൻ്റെ നൻപൻ്റെ കുറച്ച് കാതൽ കഥകളെല്ലാം കേട്ടിട്ട് നേരെ ഞാൻ സ്റ്റിയറിംഗിലേക്ക് കയറിയിട്ടാ. ഇനി നമുക്ക് രാവിലെ കാണണ്ട. രാത്രി ഒരു 11-11:30 പോലെ സ്റ്റിയറിംഗിൽ ഇരുന്നിട്ട് വെളുപ്പിന് ഒരു 4 മണി വരെ ഞാൻ ഇരുന്നിട്ടാ. അത് കഴിഞ്ഞ് വേറെ ഒരാളെ വിളിച്ചു കൊടുത്തിട്ടാ. കാരണം ഉറക്കപ്പിച്ചിൽ ബോട്ട് ഓടിച്ചു കഴിഞ്ഞാൽ അത് ഓടി വേറെ വല്ല വഴിക്കും പോകും. അങ്ങനെ നമ്മുടെ ഡീസലും നഷ്ടമാവും. രാവിലെ തന്നെ നല്ലൊരു തമിഴ് പാട്ടൊക്കെ കേട്ടാണ്ടാ ഞാൻ എണീറ്റത്. ഞാൻ എപ്പോഴും ഈ ബോട്ടിൽ പോകാൻ നേരത്ത് പുറത്താണ് കിടക്കാറുള്ളത്. അതെ, ദവട ഒരു പായ വിരിച്ചിട്ടാണ്ട് ഇങ്ങനെ കിടക്കണത്. കാരണം നമുക്ക് ആകാശത്തേക്ക് നോക്കുമ്പോൾ നക്ഷത്രങ്ങളെല്ലാം കണ്ട് നല്ല വൈബ് പിടിച്ച് കിടന്നുറങ്ങാം. മഴ വരുമ്പോൾ എണീറ്റോടോട്ടാ അവിടെ നൻപം കിടന്നുറങ്ങണ്ടട്ടാ. കടലിൽ പറക്കണ മീനുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്കറിയോ? ദേവമാണ് പറഞ്ഞത്. ഇതാണ് നമ്മുടെ പറവച്ചാള എന്ന് പറയട്ടോ. അതായത് പറച്ചാള എന്നൊക്കെ പറയും. കഴിക്കുമെന്ന് എനിക്കറിയില്ല, ചില സ്ഥലങ്ങളിൽ കഴിക്കുമെന്നോട്ടാ. ബോട്ട് ഓടി വരുമ്പോ ഇവന്മാര് പേടിച്ചിട്ട് എന്ത് ചെയ്യും, പറന്നങ്ങോട്ട് കളയോട്ടാ. ഒരുപാട് ദൂരെയൊക്കെ പറന്നു പോട്ടാ. അപ്പൊ ഇവന്മാർ വീഡിയോ എടുക്കാൻ തന്നെ കുറെ നേരം പിടിച്ചു. എവിടെ നിന്ന് എങ്ങനെയൊക്കെ പറന്നു എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ കുറെ നേരം പിടിച്ച് അവസാനം കിട്ടിയട്ടാ. കുറച്ചേ കിട്ടിയുള്ളൂ, മര്യാദ ക്ലിയർ ഒന്നും ആയിട്ടില്ല. തമിഴിൽ തന്നെ എത്ര നല്ല പാട്ടുകളാണ് ഉള്ളതെന്ന് അറിയും. നല്ല ഫീൽ ആയിട്ടുള്ള പാട്ടുകൾ. ആദ്യം പോയപ്പോൾ ഇതിനകത്ത് മ്യൂസിക് ഉണ്ടായില്ല, ചെറിയൊരു ഫോണിലാണ് ഞങ്ങൾ പാട്ട് വെച്ചിരുന്നത്. പക്ഷെ ഇപ്പോൾ ഒരു ചെറിയൊരു സ്പീക്കർ അവിടെ വെച്ചിട്ടുണ്ട്. അതെ, ഞങ്ങൾ രാവിലത്തെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഉണ്ടായ മിച്ചമുള്ള പൂരി അതുപോലെ കട്ടൻ ചായയും ഉണ്ടായ രാവിലത്തെ ഭക്ഷണം. പത്ത് 11 മണിയായപ്പോഴേക്കും നമുക്ക് ഉച്ചക്കലത്തേക്കുള്ള ഭക്ഷണത്തിനുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കേണ്ട. മിനിയൊന്നും നമുക്ക് വലയിൽ കിട്ടിയ ഊളാവിന്റെ വലുത് നെടുവാന്ന് പറയട്ടെ. ഇതിന് നല്ല ടേസ്റ്റുള്ള മീനാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഉച്ചക്കലത്തേക്ക് കറിയേട്ട. കുളമ്പും വെക്കണ്ട്, അതുപോലെ തന്നെ വറക്കുകയും ചെയ്യണ്ട. അപ്പൊ അതിനുവേണ്ടി നമ്മുടെ ആയുധങ്ങളൊക്കെ എടുത്തിട്ട് രമേശൻ പണി തുടങ്ങിയിട്ട. അപ്പൊ അത്യാവശ്യം വലിപ്പമുള്ളൊരു മീനാണ്. ആദ്യം തന്നെ ഇതിന്റെ ചെതമ്പല് കളഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പല ബോട്ടുകളിൽ പോയിട്ടുണ്ടെങ്കിലും അതിലൊക്കെ ഉള്ള പരാജയം ഒരിക്കലും മീൻ വെട്ടുന്ന കത്തിയിട്ടാ. പക്ഷെ ഇതിനകത്ത കത്തി ഉണ്ടല്ല, വെട്ടൊന്ന് മുറി രണ്ടാണ്ട. നല്ല മൂർച്ചയാണ്, ഒരൊറ്റ വെട്ടിന് 2 പോകണ്ട.
മീൻ കട്ട് ചെയ്തെടുത്ത് നന്നായിട്ട് കഴുകിയിട്ടാ. ഉപ്പുവെള്ളത്തിൽ ആദ്യം കഴുകി, അത് കഴിഞ്ഞ് നൻവെള്ളത്തിൽ കഴുകിയിട്ടാ. ഇനി നമ്മൾ നേരെ നല്ല അടിപൊളി തമിഴ്നാട് സ്റ്റൈലിൽ മീൻ കുളമ്പാണ്ട ഉണ്ടാക്കാൻ പോകുന്നത്. ആഹാ, ഇത് നോക്കി, തലയും കണ്ണും എല്ലാം ഉണ്ടണ്ട. തല ഇഷ്ടപ്പെടാൻ എത്ര പേരുണ്ട്. കണ്ണൊക്കെ കഴിക്കാനായിട്ടുണ്ടല്ല, അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ പോണ വഴിക്ക് നമുക്ക് കുറച്ച് മെയിൻ്റെനൻസ് വർക്ക് ഉണ്ട്. അത് നമ്മൾ ബോട്ടിൽ വെച്ച് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ ഒരു ഫോക്കസ് ലൈറ്റ് ഒന്ന് മാറാനുണ്ട്. അപ്പൊ അത് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ പല സ്ഥലങ്ങളിലും നമ്മൾ ഫിഷിങ്ങിന് പോയിട്ടുണ്ട്. അവരെല്ലാം മീൻകറി വെക്കണത് ഇങ്ങനെയുണ്ടാ. നമ്മുടെ കേരളത്തിലുണ്ട് ഇതുപോലത്തെ ഒരു സ്റ്റൈലിൽ വെക്കണേട്ടാ. അതുപോലെ ലക്ഷദ്വീപിലും ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെയാണ് അവർ വെക്കണത്. ആദ്യം തന്നെ മസാലക്കൂട്ടുകളെല്ലാം ഇടോട്ടാ. അപ്പൊ എനിക്ക് തോന്നുന്നു ഇങ്ങനെ മീൻകറി വെക്കണ മസാലയൊക്കെ നന്നായിട്ട് മീനിൽ പിടിക്കാൻ വേണ്ടിയിട്ടാന്ന് തോന്നുക. മസാലക്കൂട്ടുകളെല്ലാം ഇട്ടതിന് ശേഷം അരിഞ്ഞു വെച്ചിരുന്ന സവാള, തക്കാളി, അതുപോലെ തന്നെ പച്ചമുളക് ഇതെല്ലാം ഇട്ട് കൊടുക്കട്ടെ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഒട്ടുമിക്ക മീൻകറിയിലും ഇവർ തേങ്ങ അരച്ച് ചേർക്കോട്ടെ. 1 മാസത്തോളം ഈ തേങ്ങ അരച്ച മീൻകറി കൂട്ടി വീട്ടിൽ വന്നപ്പോൾ തേങ്ങ അരച്ച മീൻകറി ഇല്ലാത്തതുകൊണ്ട് എന്തോ പോലെ ആയിട്ടാ. അത് അങ്ങനെയാണ്, നമ്മൾ സ്ഥിരമായിട്ട് കഴിച്ച് അങ്ങനെ ആയി പോകല. അപ്പൊ എന്തായാലും ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് തേങ്ങ അരച്ച് ചേർക്കാൻ നേരത്തിട്ടാ. അതെല്ലാ മീനിലും അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. എന്നാലും ചില മീനുകളിലൊക്കെ തേങ്ങ അരച്ച മീൻകറി വെക്കുമ്പോണ്ടല്ലോ അടിപൊളിയാണ്. അങ്ങനെ എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടാ. ഇത് കാണുന്ന അമ്മമാരും ചേട്ടന്മാരും ചേച്ചിമാരും അനിയത്തിമാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഇതുപോലൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന് നമുക്കൊന്നും അറിയാലോ. അങ്ങനെ മിക്സ് ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷം നമ്മുടെ മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. മീനിട്ടതിന് ശേഷം നന്നായിട്ട് അതിലും മസാല പുരട്ടി പിടിപ്പിക്കുന്നുണ്ട്. മസാല ഇങ്ങനെ പിടിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ആ മീനിന് കിട്ടുന്നത്. പിന്നെ അതിലേക്ക് പുളിവെള്ളം ഒഴിക്കട്ടെ. അത് ചിലവർക്ക് കുടംപുളി ആയിരിക്കും ഇഷ്ടം, ചിലവർക്ക് വാളംപുളി ആയിരിക്കും ഇഷ്ടം. ബോട്ടിൽ നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് വാളംപുളിയുണ്ട്. അതെന്തിനാണ് അങ്ങനെ ഉപയോഗിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ തന്നെ ഇത് നമുക്ക് ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് സ്മൂത്ത് ആയിട്ട് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ അതെ, വാളംപുളി വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അതെല്ലാം കൂടി ഒന്ന് ചുറ്റിച്ച് ഒരു സ്പൂൺ ഇട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് ഇളക്കി നേരെ അടുപ്പത്തേക്ക് വെച്ച് ഒരു 10-20 മിനിറ്റ് സ്ലോ കുക്ക് ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആവട്ടെ. അടുത്തത് മീൻ വറക്കണേണ്ട. മീൻ വറക്കണത് നേരെ നമ്മൾ മുന്നേ കാണിച്ചില്ലേ, അതുപോലെ തന്നെ ചിക്കൻ 65ന്റെ ആ ഒരു മസാലപ്പൊടി ഇട്ടിട്ട് അതിലേക്ക് മീനിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ എണ്ണയിൽ മുക്കി പൊരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മീൻ വറുത്തത് റെഡി ആയിട്ടാ. അതിന്റെ ഇടയിലാണെന്നുണ്ടെങ്കിലാ നമ്മുടെ ഗ്യാസ് തീർന്നു കേട്ടാ. അപ്പൊ നമ്മുടെ ഈ ബോട്ടിനകത്ത് 1 മാസത്തേക്ക് വേണ്ടിയിട്ട് 4 കുറ്റി ഉണ്ടാവും കേട്ടാ. അപ്പൊ അതിൽ 1 കുറ്റി തീർന്ന് സൈഡിൽ തന്നെ കെട്ടി വെച്ചിട്ടുണ്ടാവും. ഇനിയിപ്പോൾ അധികം വേണമെന്നുണ്ടെങ്കിൽ 4 കുറ്റി നമുക്ക് തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ കൂട്ടബോട്ടുകൾ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരെ വിളിച്ച് ചോദിക്കോട്ടെ. അവര് സിലിണ്ടറായിട്ട് വരും, നേരെ കയറ് കെട്ടി കടലിലേക്ക് ഇട്ടരും, നമ്മൾ പൊക്കി നേരെ നമ്മുടെ ബോട്ടിലേക്ക് കയറ്റും. അപ്പൊ അതെ, സിലിണ്ടർ കണക്ട് ചെയ്ത് അതിനുശേഷം നമ്മുടെ മീൻ കുളമ്പ് ഇവിടെ കിടന്നിങ്ങനെ തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കണേണ്ട. ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രോസസ് ഇത് താളിക്കലുണ്ട. കുനുകുനാൻ തന്നെ സവാളയും അതുപോലെ തന്നെ കുറച്ച് വറ്റൽമുളകെല്ലാം ഇട്ട് നമ്മുടെ മീൻ കുളമ്പിന്റെ മുകളിലേക്ക് ഇട്ടൊന്ന് ചുറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ തമിഴ്നാടൻ സ്റ്റൈല് മീൻ കുളമ്പ് ഇവിടെ റെഡിയാ. നല്ല പൊരിവെയിലത്ത് നിന്ന് വീട്ടുകാരെയും പ്രിയപ്പെട്ടവരെയും പറ്റി ആലോചിക്കാനും വേണം ഒരു മനസ്സ്, അല്ലേ? അങ്ങനെ ഒരു ആലോചനയിൽ ഞാനായി പോയിട്ട് ഒരു വെല്ലിക്കാട്ട മൂടിയ ഇവരിതിനെ തട്ടുന്നാണ്ടോ പറയണ. ആ തട്ടിനകത്ത് കുറച്ച് ചോറ് കൂടുതൽ എടുത്തിട്ടുണ്ട്. ഇത് ഒരാൾക്ക് കഴിക്കാനല്ല, 2 പേർക്ക് കഴിക്കാനാണ്. ഈ ബോട്ടിൽ വന്ന സമയം തൊട്ട് ഞാനും നൻപനും ഒരുമിച്ചാണ്ട ഭക്ഷണം കഴിക്കാറ്. എന്നെ വിളിക്കാണ്ട് കഴിച്ചാൽ അവനെ ഞാനും ചീത്ത പറയും, അവനെ വിളിക്കാണ്ട് ഞാൻ കഴിച്ചാൽ അവൻ എന്നെയും ചീത്ത പറയും. എന്തോ എനിക്ക് ഭയങ്കര കാര്യമാണ് ഇവനെ. കാരണം ഫസ്റ്റ് ടൈം ഈ ബോട്ടിൽ വന്ന സമയത്ത് എൻ്റെ പുതപ്പൊന്നും ഉണ്ടായില്ല. അപ്പൊ അവന്റെ പുതപ്പ് വന്നിട്ട് 32 ദിവസം അവൻ ടർപ്പായ വിരിച്ചാണ് നടന്നത്. ഒരു പരിചയമില്ലാത്ത ആൾക്ക് അത് തന്നെ ഒന്നുണ്ടെങ്കിൽ അവന്റെ മനസ്സിന്റെ അല്ലേ. ഇതാണ് മീനിന്റെ കണ്ണ്. മീൻ പൊരിച്ചത്. ഊണെല്ലാം കഴിഞ്ഞ് ഒരു 3 മണിയായപ്പോഴേക്കും നമ്മൾ ലക്ഷ്യസ്ഥാനത്തേക്ക് ഓടിയെത്തിയിട്ട നേരെ തട്ടി വല കടലിലേക്കട്ടെ. നല്ല വെയിലാണ്. അപ്പൊ ആദ്യം വലയിടുന്നവർ ഈ വെയിൽ മൊത്തം കൊള്ളണോട്ടെ. കാറ്റുണ്ടെങ്കിൽ വിഷയമില്ലട്ടോ, നമുക്ക് വെയിൽ അങ്ങനെ അറിയില്ല. പക്ഷെ കാറ്റില്ലാത്ത സമയമാണെന്നുണ്ടെങ്കിൽ പറയേ വേണ്ട, നമ്മ നിന്ന് കത്തോട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ നിന്ന് വേറെ ബോട്ടുകാർക്ക് മീൻ കിട്ടി എന്നറിഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ലൊക്കേഷനിലേക്ക് ഓടി വന്നത് കേട്ടോ. ഇത്രയും ഡീപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ മൊബൈലിന് റേഞ്ച് കിട്ടോ, കമ്മ്യൂണിക്കേഷൻ എങ്ങനെ ചെയ്യുമെന്ന് പലരും ചിന്തിക്കും. ഇത് നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറ്റലൈറ്റ് ഫോൺ വഴിയാണ് നമ്മൾ ഓണറിനെ കണക്ട് ചെയ്യുന്നത്. സാറ്റലൈറ്റ് ഫോൺ ഓണറിന്റെ അടുത്തുണ്ട്, പിന്നെ നമ്മുടെ ബോട്ടിലുണ്ട് കേട്ടോ. കാലാവസ്ഥ നമുക്ക് അനുകൂലമുണ്ടാകും. നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ക്ലൈമറ്റ്. കടല് മറ്റേ പുഴ പോലെ കിടക്കുകയാണ്. കുറച്ച് ഡീപ് സീയിലേക്ക് നമ്മൾ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ വലിയ ഓളവും ആയിപ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇതുപോലെ പുഴ പോലെ ആയിരിക്കും കിടക്കുന്നത്.
പക്ഷേ റഫ് എങ്ങാലും വന്നു കഴിഞ്ഞാൽ നമ്മൾ കാണാത്ത തരത്തിലുള്ള റഫ് ടൈം ആയിരിക്കും ഈ ഡീപ് സീൽ ഉണ്ടാവുന്നത്. ബോട്ടിനെടുത്ത് തെറിപ്പിച്ച് കളയാനുള്ള രീതിയിലുള്ള ഭീമൻ തിരമാലകളായിരിക്കും മഴക്കാലത്തൊക്കെ റഫ് ടൈമിൽ നമുക്ക് കിട്ടാറുള്ളത്. അവിടെ സൂര്യൻ പയ്യപ്പയ്യ ഇങ്ങനെ അസ്തമിച്ചോണ്ടിരിക്കേണ്ട ഇത് നോക്കി, എന്താ ഭംഗി നോക്കി. വല കടലിലേക്ക് തട്ടാൻ 2 പേര് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കൊടിക്കമ്പ് തട്ടാനായിട്ടും ഒരാൾ വേണം കേട്ടോ. കൊടിക്കമ്പ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വലയുടെ സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും കെട്ടിയിടണേണ്. അതിൻ്റെ മെയിനായിട്ടുള്ള പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വല എവിടെയാണ് കിടക്കണേന്ന് അറിയാനായിട്ടാണ്. അതിൽ റാഡർ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമുക്ക് GPS അറിയാൻ പറ്റും അത് എവിടെയാണ് വല കിടക്കണേന്നുള്ളത്. ഇത് നോക്കിയേ, ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാ എന്നാ ഭംഗിയാന്ന് നോക്കിയാൽ കാണാനായിട്ട്. അടിപൊളിയല്ലേ. സമയം ഇപ്പം 7:30 മണിയാവാറായിട്ടാ. പക്ഷെ പടിഞ്ഞാട്ട് നോക്കാൻ നേരത്ത് ചെറിയൊരു വെട്ടവുമുണ്ട്. ഇങ്ങോട്ട് നോക്കാൻ നേരത്ത് നോക്കി നമുക്ക് ആ ഫുള്ള് ഇരുട്ടാണ്ട. അപ്പം വലയിട്ട് ഏകദേശം തീരാറായിട്ടാണ് കേട്ടോ. അപ്പം ഇന്ന് 3 മണിക്ക് തുടങ്ങിയതിൻ്റെ പേരിൽ നമ്മൾ നേരത്തെ ഇട്ട് കഴിഞ്ഞിട്ട് 7 മണി 7 ആയപ്പോഴേക്കും കഴിഞ്ഞ് അവസാനം നമ്മുടെ ആ ഒരു ആങ്കർ റോപ്പ് എടുത്ത് നേരെ കടലിലേക്ക് ഇട്ടിട്ടാ. ബോട്ടിന്റെ ആങ്കർ അല്ല ഇവിടെ ഇട്ടേക്കണ്. ആങ്കർ ഒന്നും എത്തൂല, കാരണം അത്രയും ആഴുണ്ട്. 12,500 ഭാഗം വെള്ളമുണ്ട് ഇവിടെ. അപ്പൊ ആങ്കർ എത്തില്ല. ഈ റോപ്പ് ഇട്ടേക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വലയിൽ കെട്ടി ബോട്ടിന്റെ കൊമ്പിലും കെട്ടിയിട്ടേക്കണുണ്ട്. അപ്പൊ ഇങ്ങനെ ഒഴുകി നടക്കും. അത് കഴിഞ്ഞ് നമ്മുടെ രാത്രിയിലത്തെ ഫുഡും കഴിച്ചിട്ട് നേരെ കിടന്നുറങ്ങോട്ടെ. നേരെ കിടന്നുറങ്ങിയിട്ട് സമയം ഏകദേശം ഒരു 11:30-12 മണി പോലെ നമ്മൾ വല പിടിക്കോട്ടെ. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ബോട്ടിലെ ഓരോ സെറ്റ് വലയും നമ്മുടെ GPS-നകത്ത് എത്ര കോമ്പസിലാണ് കിടക്കണേന്ന് കാണിക്കുന്നത്. കണ്ട ഓരോ നെറ്റ് ഇങ്ങനെ കണ്ട 10 നെറ്റ് ഇട്ടിട്ടുണ്ട്. ആ ഒരു 10 നെറ്റ് നമ്മുടെ GPS-ൽ കാണിക്കണേണ്ടി കാണുന്നത് നോക്കി. അവിടെ താഴോണ സൈഡിൽ കാണിക്കണ 2375 ഭാഗം വെള്ളമുണ്ട്. അങ്ങനെ ഒരു 11 മണിയായപ്പോഴേക്കും നമ്മൾ വല പിടിക്കാനായിട്ട് തുടങ്ങിയിട്ടാ. ഈ ഗ്രൗണ്ട് എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയില്ല. അത് മാത്രമല്ല ഇന്നലെ ബോട്ടുകാർക്ക് മീൻ കിട്ടിയെന്നും പറഞ്ഞ് ഇന്നിവിടെ മീൻ കിട്ടണമെന്നില്ല കേട്ടാ. അപ്പൊ എന്തായാലും ഒരു ടെസ്റ്റ് ഡോസ് അടിച്ച് നോക്കിയാണ്. കിട്ടിയാ കിട്ടി, പോയാ പോയട്ടാ. അപ്പൊ അതെ ആദ്യത്തെ സെറ്റ് വലയുടെ കൊടിക്കമ്പ് കയറി ഒന്ന് ഒരു ചൂരേണ്ട നമുക്ക് വന്നേക്കുന്നത്. അപ്പൊ വല പിടിക്കണവരല്ലാണ്ട് ബാക്കിയുള്ളവര് ഈ സൈഡിൽ വല കെട്ടിക്കൊണ്ടിരിക്കണോട്ടാ. ഇത് നോക്കിയേ, അത്യാവശ്യം വലിപ്പമുള്ള ഒരു ചൂരേണ്ട വന്നേക്കുന്നത്. ഇത് നോക്കി, സൺലൈറ്റ് എത്താത്തോടത്തുള്ളൊരു മീനാണ്. ആഴക്കടലിൽ കാണുന്ന മീനാണ്. ആഴക്കടലിലുള്ള ശീല എന്നാണ് ഇവര് പറഞ്ഞത്. അതായത് നെയ്മീൻ്റെ കൂട്ടത്തിൽ എന്തോ മീനാണ്. ഇതിനെ കഴിക്കൊന്നുമില്ല. ഇതിന്റെ കണ്ണും പല്ലൊക്കെ കണ്ട. അപ്പൊ ഇത്രയും ആഴക്കടലിലുള്ള മീൻ അങ്ങനെ മുകളിൽ വന്നെന്ന് നിങ്ങൾ ചിന്തിക്കും. അങ്ങനെ ചില സമയങ്ങളിലൊക്കെ സംഭവിക്കാറുണ്ട് കേട്ടോ. സൺലൈറ്റ് എത്താത്ത ആഴത്തിലുള്ള മീനുകളൊക്കെ ചില സമയങ്ങളിൽ ഇങ്ങനെ മുകളിൽ വന്ന് നമ്മുടെ വലയിൽ കുടുങ്ങാറുണ്ട്. ഒരു സെറ്റ് വലതിനകത്ത് ഒരു 5-8 ചൂരയൊക്കെ വന്നിട്ട. അതും അത്യാവശ്യം സൈസുള്ള ചൂരയുണ്ട വന്നത്. ഈ സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഉറക്കപ്പിച്ചിലായിരിക്കും. കുറച്ചുകൂടി കഴിഞ്ഞാൽ ഒരു ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഓണാവുള്ളൂ. അങ്ങനെ നേരെ കാശി പോയിട്ട് നല്ല അടിപൊളി ചായ ഇട്ടുണ്ടോന്നിട്ടാ. ചായയുടെ ഒപ്പം കഴിക്കാനായിട്ട് ചെയ്യുമെന്ന് ഇവര് പറയട്ടോ. അതായത് നമ്മുടെ ഈ മിക്സർ പോലത്തെ എന്തോ സംഭവമാണ്, അതുകൊണ്ട് അങ്ങനെ ഇതെല്ലാം കൂട്ടി കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതേ ഒരു ഒച്ചപ്പാട്. അവിടെ എന്തോ വലിയ മീൻ കുടുങ്ങിയിട്ടുണ്ട്. എന്താണെന്ന് നമുക്ക് പോയി നോക്കട്ടെ. വീഞ്ചിലടിച്ചെടുക്കാൻ പറ്റോ അല്ലെങ്കിൽ വല പുറത്തേക്കാക്കിയിട്ട് മീനൊക്കെ ഇട്ടടിച്ച് സൈഡിലൂടെ വെക്കണമെന്നുള്ള ഡൗട്ടിലാണ്. എന്തായാലും ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കേണ്ട. നമ്മുടെ കോലാനൽ കട്ടക്കൊമ്പനാണ് ഉണ്ടാവുന്നേക്കണം. കട്ടക്കൊമ്പൻ അത്യാവശ്യം സൈസുള്ള ഒരു കട്ടക്കൊമ്പനാണ്. ദേന മാർലിൻ, ബ്ലാക്ക് മാർലിനാണ് ഉണ്ടാവുന്നേക്കണത്. ശരിക്കും ചൂര ഒരുപാട് കിട്ടണേലും നല്ലത് നമുക്ക് വലിയ വലിയ മീനുകൾ കിട്ടണേണ്ട. കാരണം വലിയ മീന് റേറ്റ് കൂടുതലാണ്. അതും ഈ പറഞ്ഞ കോലാനും പിന്നെ ഈ പന്നിക്കോലാൻ, സ്വോട്ട് ഫിഷ്, ബ്ലാക്ക് മാർലിൻ, പിന്നെ നമ്മുടെ ഈ സെയിൽ ഫിഷ്, തെരണ്ടിക്ക് അത്രയും റേറ്റ് ഇല്ല കേട്ടോ. ഒരു സെയിൽ ഫിഷും വന്നിട്ടുണ്ട് കേട്ടോ. അതേനാ നമ്മുടെ ഓലക്കൊടിയെന്ന് പറഞ്ഞാൽ വന്നിട്ടുണ്ട്. അപ്പൊ ഈ മീനുകൾക്കൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ട്. കിലോ 100-110 രൂപയൊക്കെ പോട്ടെ. ചില സ്ഥലങ്ങളിൽ കൊച്ചിയിലും തൂത്തുക്കുടിയിലുമാണ് ഇവർ ചരക്ക് കൊടുക്കാറുള്ളത്. ഈ ബോട്ടിന് ഏത് ഹാർബറിൽ വേണമെങ്കിലും ചരക്ക് കൊടുക്കുക. ഓൾ ഇന്ത്യ പെർമിറ്റ് ഉണ്ട്. പക്ഷെ ചില സ്ഥലങ്ങളിലെ വിലയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഒരു ചരക്ക് കൊടുക്കുള്ളൂ. ദേ വന്നേക്കണ്ട മോനെ ഒരു പന്നിക്കോലാൻ, നമ്മുടെ സോട്ട് ഫിഷ്. അപ്പൊ അതിനെ 2 മണ്ടൂക്ക് വെച്ചാണ്ട പൊക്കിയെടുക്കണം. കാരണം അത്യാവശ്യം സൈസുള്ള മീനുണ്ട്. പല മീനുകളും ഫോണിലൂടെ കാണുമ്പോ ചെറിയ സൈസാന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിലും അത്യാവശ്യം വലിപ്പുണ്ട് കേട്ടാ. ഇതിന്റെ കൊമ്പ് തന്നെ നോക്കി. അടുപ്പിച്ചടുപ്പിച്ച് മീനുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് വലയിന്ന് ഉടക്ക് മാറ്റി എടുക്കാനായിട്ട് കുറച്ച് ടൈം എടുക്കട്ടെ. അപ്പൊ 2-3 മീനിപ്പോൾ ഒരുമിച്ച് വന്നതിൻ്റെ പേരിൽ നമ്മൾ എല്ലാ മീനെയും ഉടക്ക് മാറ്റി എടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ വലിയ പന്നിക്കോലാൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ഈ തെരണ്ടിയുടെയൊക്കെ കുടലെടുക്കും. കുടലെടുത്തതിന് ശേഷമാണ് നമ്മൾ സ്റ്റോർ റൂമിൽ ഐസ് ചെയ്യുന്നത്. അപ്പോഴേ ആ മീൻ നല്ല ഫ്രഷ് ആയിട്ടിരിക്കുള്ളൂ. അതിൻ്റെ വയറിൻ്റെ ഉള്ളിൽ ഐസ് ചെയ്യാൻ നേരത്ത്.
അല്ലാന്നുണ്ടെങ്കിൽ മീൻ ചീത്തയായി പോകട്ടെ. ചുറ്റും ഒരു ബോട്ട് പോലും ഇല്ലട്ടാ, ഒരു വെട്ടം പോലും കാണാനുള്ള ഫുൾ ഇരുട്ടാണ്. ഒരു ഫ്ലൈറ്റ് വരെ കണ്ടിട്ട് കുറെ നാളായിട്ടാ. എയർ റൂട്ടൊന്നും ഇല്ലാത്ത സ്ഥലമാണെന്ന് തോന്നുന്നത്. കിട്ടിയ മീനുകളെല്ലാം ഒരു സൈഡിലേക്ക് ഇങ്ങനെ ചേർത്ത് വെച്ചോണ്ടിരിക്കേണ്ട, കാരണം ഇനിയും മീൻ കിട്ടാനുണ്ടെങ്കിലോ ചിലപ്പോൾ പറയാൻ പറ്റില്ല. 2-3 വലിയ മീൻ നമ്മൾ വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഗ്രൗണ്ട് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നല്ല തെളിഞ്ഞ ഗ്രൗണ്ടാണെന്ന് തോന്നുന്നു. നമ്മുടെ ഓണർ വിളിച്ചു പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നു, കാരണം അത്യാവശ്യം മീൻ കിട്ടുന്ന ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു. ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല, ലക്ക് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ കരക്കുവാനായിട്ട് പറ്റൂടാ. അല്ലാന്നുണ്ടെങ്കിൽ ഈ അടിച്ചു കയറ്റിയാണ് ഐസ് മൊത്തം തീർന്നാലേ പോകാൻ പറ്റുള്ളൂ. അതിപ്പോ 30 ദിവസം കൊണ്ട് തീർന്നാൽ 30 ദിവസം കൊണ്ട് പോവാ, ചിലപ്പോൾ 35 ദിവസം എടുക്കും. ഐസ് തീർന്നാൽ മാത്രമേ ഈ ബോട്ടൊക്കെ കരക്ക് പോകട്ടെ, അതാണ് പ്രശ്നം. പിന്നെ എന്തെങ്കിലും എമർജൻസി വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഓടിക്കും. അതും വേറെ ബോട്ടുകൾ കരക്ക് പോകണുണ്ടെന്നുണ്ടെങ്കിൽ നേരെ അതീ കയറ്റി വിടോട്ടാ. അപ്പൊ അടുത്തൊരു മീൻ വന്നിട്ടുണ്ടാ, അതെന്ത് മീനാണെന്ന് നോക്കാം നമുക്ക്. ദേ ഒരു സ്രാവിന്റെ കുഞ്ഞാണ്ടാ തൂങ്ങി കിടക്കണ്, അതിന്റെ അടിയിൽ എന്തുണ്ടല്ലോ. പന്നിക്കോലാൻ കണ്ട മക്കളെ വന്നേക്കണ. പന്നിക്കോല എന്ത് നോക്കി, ഇത് വലയെ കുടുങ്ങിയിട്ട് അധികം നേരമായിട്ടില്ല, കാരണം അതിന്റെ ശരീരത്തിൽ ആ ഒരു ബ്ലൂ കളറൊക്കെ കണ്ട, അതിന്റെ ആ ഒരു ഗ്ലേസിംഗ് ഒക്കെ പോകും. അധികം നേരമായിട്ട് വലയെ കുടുങ്ങി കിടക്കുകയാണെങ്കിൽ ആ ഗ്ലേസിംഗ് ഒക്കെ പോട്ട്, ഇത് കുടുങ്ങിയിട്ട് അധികം നേരമായിട്ടില്ലെന്ന് തോന്നും. ദേവന് സാധനം ഇതൊക്കെ ഫുള്ള് എക്സ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ട് പോണ മീനാണ്ട. இரண்டாவது பண்ணி ஆரம்பிக்கலாம். ഇത് നോക്കി അങ്ങ് ദൂരെ ചന്ദ്രൻ ഉദിച്ചു തന്നെ നമ്മുടെ ബോട്ടിന്റെ വെട്ടവും പിന്നെ അതിന്റെ ആ ഒരു റിഫ്ലക്ഷൻ ഇങ്ങനെ കടലിലടിക്കാൻ നേരത്തുണ്ടല്ല, നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ്ട. അതായത് ഒരു ഗോൾഡൻ യെല്ലോ ടൈപ്പ് കൊടുത്ത കളറായിരുന്നു, സൂപ്പറായിരുന്നു കാണാനായിട്ട്. ഫുൾ മൂണല്ല കേട്ടാ, പാതി ഉള്ളൂ. ഇത് നോക്കി. പന്നിക്കോലാനാണ് നമുക്ക് കൂടുതലും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ശരിയാണ്, നമുക്ക് പന്നിക്കോലാൻ കിട്ടണം, കാരണം ഇപ്പോഴത്തെ വില വെച്ച് അത്യാവശ്യം റേറ്റ് കൂടുതലുള്ളത് ഈ മീനാണ്. നോക്കി ചെറുതും വലുതൊക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് വലയിൽ വന്നിട്ടുണ്ട്. നമ്മുടെ കൂട്ടബോട്ട് എവിടെയാണെന്ന് അറിയില്ല, അതിലൊരാളെ ഇറക്കാനുള്ളതിന്റെ പേരിൽ അവര് നമ്മളിൽ നിന്ന് ഒരുപാട് നോട്ടിക്കൽ മൈൽ ദൂരെ അകലെയുണ്ട്. അവർക്ക് എങ്ങനെയാണ്, നമുക്ക് കോണ്ടാക്ട് ഇല്ല, കാരണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിക്കാൻ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വയർലെസ്സിലാണ്. പിന്നെ അത്രക്ക് അർജന്റ് ആണെങ്കിൽ മാത്രമേ നമ്മൾ സാറ്റലൈറ്റ് ഫോൺ ഉപയോഗിക്കുള്ളൂ, കാരണം അതിനൊരു മിനിറ്റ് സംസാരിക്കാൻ നേരത്ത് ഇത്ര രൂപ വെച്ച് പോട്ടെ. ബോർഡറിനൊക്കെ പുറത്താണെന്നുണ്ടെങ്കിൽ അത് പറയേ വേണ്ട, നമ്മൾ ഈ ഗൾഫിൽ നിന്നൊക്കെ വിളിക്കണ പോലെ ആയിരിക്കുള്ളൂ. ചില സമയങ്ങളിലൊക്കെ ഇന്ത്യൻ ബോർഡറിന്റെ പറ്റേ പോയിട്ട് നമ്മൾ വലയിടാറുണ്ട്. ചില ബോട്ടുകൾ അപ്പുറം പോയും വലയിടാറുണ്ട്. പക്ഷെ റിസ്ക് ആണ്, കാരണം കോസ്റ്റ് ഗാർഡിന്റെ കണ്ണിൽ വല്ലതും പെട്ട് കഴിഞ്ഞാൽ ബോട്ട് അവർ കൊണ്ടുപോകട്ടെ. പിന്നെ ഒരുപാട് നൂലാമാലകളുണ്ട് ഈ ബോട്ട് തിരിച്ചിറക്കിക്കൊണ്ടു തന്നെ. ഇപ്പൊ കിട്ടിയ പന്നിക്കോലാന് ജീവനുണ്ടായിട്ടാ. അപൂർവമായിട്ട് ഈ മീനൊക്കെ ജീവനോടെ നമുക്ക് കിട്ടാറുള്ളത് നോക്കിയേ. പക്ഷെ അങ്ങനെ അനങ്ങെ ഉപദ്രവിക്കുക പിടക്കൊന്നുമില്ല കേട്ടാ, കാരണം ഫുള്ള് ടയർഡായിട്ട് കിടക്കുകയാണ്. ഇത് കണ്ട രാവിലെ സമയങ്ങളിൽ ഇങ്ങനെയുള്ള മീനുകളെ വലയെ കിട്ടുന്നത് അപൂർവമായിട്ടായിരിക്കുള്ളൂ. കാരണം രാവിലെ വെയിലും വെട്ടമൊക്കെ ഉള്ളതിന്റെ പേരിൽ ഇതുങ്ങൾ കൂടുതലും അടിയിലായിരിക്കുള്ളൂ, വെള്ളത്തിന്റെ ഒരു മീഡിയം ഭാഗത്തായിരിക്കുള്ളൂ. രാത്രി മാത്രമേ ഈ മീനുകളൊക്കെ മുകളിലേക്ക് വരുള്ളൂ. ചൂണ്ടയിൽ പിന്നെയും കിട്ടും, വലയിൽ കിട്ടൽ ഭയങ്കര അപൂർവമുണ്ട്. അപ്പൊ അതെ പയ്യെ ഇങ്ങനെ നേരം വെളുത്ത് അവിടെ നിന്ന് വന്നിട്ടുണ്ടാ. അടുത്ത പന്നിക്കോല ദേ വന്നേക്കണ്. பண்ணி பண்ணிருக்கப்பா குடல் எடுக்காதீங்க.
ഹായ്, ഇത് നോക്കി പയ്യെ പയ്യെ നേരം വെളുത്തോണ്ടിരിക്കണേണ്ട. നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. എനിക്ക് മെയിനായിട്ട് ഇഷ്ടപ്പെടുന്നത് ഈ വെട്ടം വരുമ്പോൾ ഈ മേഘങ്ങളുടെ ആ ഒരു ടെക്സ്ചർ ഉണ്ടല്ലോ, അതാണ് അടിപൊളി കാണാനായിട്ട്. നേരിട്ട് കാണണം, അപ്പോഴേ അതിൻ്റെ ആ ഒരു ഫീല് മനസ്സിലാവുള്ളൂ. പാങ്കാലായപ്പോഴേക്കും സ്രാങ്ക് നല്ല കിടിലം പാട്ടൊക്കെ സ്പീക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. முன்ன போடு வலை பொறுக்கு. ஆளை பிடிக்காதியா? பிடிமா? மண்டை கூடு പന്നിക്കോലാനാണ് കൂടുതലായിട്ടും വന്നിരുന്നത്. ഇപ്പൊ രണ്ടാമത്തെ കട്ടക്കൊമ്പൻ നമുക്ക് വന്നിട്ടുണ്ട്. വല ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കേണ്ട. ആഹാ, എന്നെ അമേദിയാന ക്ലൈമറ്റ്. ഇവരുടെ ഒപ്പം ഒരു മാസം നിന്ന് തമിഴ് ശരിക്കും പഠിച്ചിട്ടാ. അതായത് പച്ചവെള്ളം പോലെ ഇപ്പൊ തമിഴ് പറയൂട്ട. ഇത് കണ്ട ഓരോ ബോയകൾ ഇങ്ങനെ പൊന്തി പൊന്തി വരണ്ട. ബോയ താന്ന് കിടക്കുമ്പോ നമുക്ക് മനസ്സിലാക്കാം അതിലെന്തോ വലിയ മീൻ കുടുങ്ങിയിട്ടുണ്ടെന്ന്. സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഒരു കിളിനെ കാണട്ടാ. നമ്മുടെ ഈ ബോയയിലിരുന്നവരെയാണ് ബോയ എടുക്കുമ്പോഴേക്കും ഇത് പറന്ന് അടുത്ത ബോയയിലേക്ക് പോയിരിക്കട്ടെ. പക്ഷെ നിങ്ങളൊക്കെ ഇത്ര ഡീപ് സീൽ എവിടെ നിന്ന് വന്നെന്നാണ് മനസ്സിലാവാത്തത്. ഇതുപോലെ ഏതെങ്കിലും ബോട്ടിലൊക്കെ കയറി വന്നേ. അങ്ങനെ അവിടെ വലിയ മീനുകളുടെ കുടലെടുക്കണ ഓപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ യൂട്യൂബ് പോളിസിക്ക് എതിരെയാണ് നമ്മൾ ഈ രക്തമൊക്കെ കാണിക്കണത്. അതുകൊണ്ട് അത്ര ക്ലോസപ്പ് ആയിട്ട് കാണിക്കണില്ല. ഇതുപോലെ നമ്മൾ വലയെടുത്തോണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കണത് വേറെ സ്ഥലത്താണെന്നുണ്ടെങ്കിൽ അടിയിൽ വലിയ വലിയ മീൻ കയറി വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ വീഞ്ചിലേക്ക് ഇത് ഇങ്ങനെ തട്ടിക്കഴിയുമ്പോൾ ചിലപ്പോൾ അറ്റപ്പറ്റക്കാരിക്കുള്ള ആ വലയിൽ ആ മീൻ കുടുങ്ങി കിടക്കണം. വീഞ്ചി തട്ടി കഴിയുമ്പോൾ നേരെ കടലിലേക്ക് വീഴും. അപ്പൊ ഇടക്കിടക്ക് നമ്മൾ നേരെ നോക്കി ശ്രദ്ധിച്ചിട്ട് വേണം വല ഇതുപോലെ വലിച്ചു കയറ്റാനായിട്ട്. ഇതിപ്പോ ഒരു ചൂര തട്ടി പോകുമ്പോ ആൽബർട്ട് നേരെ എടുത്ത് കടലിലേക്ക് ചാടണുണ്ടോ കേട്ടോ. അത്യാവശ്യം ആഴങ്ങളിലേക്ക് പോയിട്ട് ആ ചൂര. കാരണം ആൽബർട്ട് ചാടി കഴിഞ്ഞിട്ട് കുറച്ച് സെക്കൻഡുകൾ കഴിഞ്ഞിട്ടാണ് അവൻ മുകളിലേക്ക് പൊന്തി വന്നത്. അതങ്ങനെ ചാടി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കെ അങ്ങനെ പോകാൻ പറ്റുള്ളൂ. പെട്ടെന്നൊരു ദിവസം നമ്മൾ വന്നിങ്ങനെ ചാടാൻ നിന്ന് കഴിഞ്ഞാൽ വിവരം അറിയും. കാരണം കടലായതിന്റെ പേരിൽ ഒരു പേടി ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ തീർന്നിട്ടാ. സൺറൈസ്
ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഏതാനും നിമിഷങ്ങൾ കൊണ്ടാണ്ട ഈ സൂര്യൻ പൊന്തി മുകളിലേക്ക് വന്നത്. വെട്ടം മഞ്ഞതിന് മുമ്പ് കടലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ ചെറിയ തരിതരികൾ ഇങ്ങനെ മിന്നിക്കൊണ്ടുപോകണ കാണാൻ പറ്റും. അത് ശരിക്കും കവരെന്ന് പറയും. പിന്നെ ഒരു ബാക്ടീരിയയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. രാത്രിയിലും കാണാ, രാത്രി ബോട്ട് ഓടി പോകുമ്പോൾ പ്രൊപ്പലർ കറങ്ങാൻ നേരത്ത് നമ്മുടെ ഈ വെള്ളം തെറിച്ച് ഇങ്ങനെ പോകില്ല. അപ്പൊ അതന്നെ ഇങ്ങനെ പോകുമ്പോൾ അപ്പോഴും നമുക്ക് കാണാൻ പറ്റോട്ടെ. ഡീപ് സീല് നമ്മൾ ആദ്യമേ കാണിച്ച ആ ഒരു മീനാണിട്ടത്, താവശീല എന്ന് പറയുന്ന മീൻ. നമ്മുടെ നെയ്മീൻ്റെ എന്തോ വകഭേദം എന്ന് തോന്നുന്നു. അപ്പൊ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൺലൈറ്റ് എത്താത്തോടത്താണ് ഉണ്ടാവണം. അതിന്റെ ആ ഒരു ശരീരം കണ്ട, വ്യത്യസ്തമായിട്ടുള്ള കണ്ണുകളും അതുപോലെ പല്ലും കണ്ട, ഭയങ്കര ക്രൂരമായിട്ടുള്ള ഒരു മുഖമാണ്. അപ്പൊ ഇതിനെ നമ്മൾ കഴിക്കാനായിട്ട് ഉപയോഗിക്കില്ല കേട്ടോ, ഇവരും കഴിക്കില്ലെന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ സാധനത്തിനെ നമുക്ക് വല കിട്ടിക്കഴിഞ്ഞാൽ നേരെടുത്ത് കളയാണ് ചെയ്യണത്. അതുപോലെ തന്നെ സെൽവന്ത ഇവിടെ ഒരു ഓലക്കൊടിയനെയും പിടിച്ചിട്ടുണ്ടോ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ കട്ടപ്പ് എടുക്കാനായിട്ട് നമ്മളത് ഓടിപ്പോയിക്കൊണ്ടിരിക്കേണ്ട. ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ പൊന്നും ആൽവട്ടം കൂടി സ്റ്റെപ്പ് ഇടാനായിട്ട് തുടങ്ങിയിട്ടൊരു പാട്ട് വന്നു കഴിഞ്ഞപ്പോൾ മുനീശ്വരനും പിന്നെ നമ്മുടെ നൻപനും അതുപോലെ തന്നെ മണിയും കൂടി ഇവരുടെ സ്റ്റെപ്പും ഡാൻസ് എല്ലാം കണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല പൊന്നിടന്ന് തകർത്തുകൊണ്ടിരിക്കേണ്ട, നമ്മുടെ സ്രാങ്കും ഇത് നോക്കി ചിരിച്ചോണ്ടിരിക്കുകയാണ്. വെള്ളൊഴുക്ക് കൂടുതലുള്ള സമയത്ത്, അതായത് നമ്മുടെ ഈ ഒരു അഴുക്കുകൾ ഒരുപാട് വരാൻ നേരത്ത് അതിനകത്ത് ഇഷ്ടം പോലെ നമുക്ക് സ്രാവിനെ കിട്ടുമെന്ന് പറഞ്ഞു കേട്ടോ. അതായത് വേസ്റ്റ് ഒരുപാട് വരുമ്പോൾ നമുക്ക് ഈ സ്രാവ് വരും അതിൻ്റെ ഒപ്പം. അപ്പൊ അതെ 2 സ്രാവ് നമുക്കൊന്ന് അതിനകത്ത് ഒരെണ്ണം ജീവനുള്ള കണ്ട. അവസാനത്തെ വല എടുത്തു കഴിഞ്ഞപ്പോ വലിയ ലക്കൊന്നും ഇല്ലട്ടാ, കാരണം അത്രക്ക് വലിയ മീനുകളൊന്നും ഉണ്ടായില്ല. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നമുക്ക് കിട്ടിയതെല്ലാം നല്ല വലിയ വലിയ മീനുകളുണ്ട്, അതുകൊണ്ട് വലിയ വിഷയമൊന്നുമില്ല. അപ്പൊ നമ്മുടെ ഈ ഒരു ഡോക്യുമെന്ററി 3 ദിവസത്തെ നമ്മുടെ കടലിൽ ഞങ്ങൾ എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു വീഡിയോനകത്ത് കാണിച്ചത്. അവസാനം ഗുഡ് ബൈ പറയാനായിട്ട് ഞങ്ങളോടൊപ്പം നിങ്ങളിലേക്ക് ഡോൾഫിനും വന്നിട്ടുണ്ട്. അപ്പൊ വീണ്ടും ഒരു കിടിലിന് എപ്പിസോഡായിട്ട് നമുക്ക് കാണാം. ടാറ്റാ.